മണി അതെ മുടിയൊക്കെ വെട്ടി എന്തോന്ന് പിങ്കി മുടി വെട്ടി നീ ക്ഷീണിച്ചു കേട്ടോ കേട്ടല്ലോ ക്ഷീണിച്ചു പോയെന്ന് നിങ്ങളുടെ വഴക്കൊക്കെ തീർന്നാ? ഞാൻ ഇതാണ് ചേട്ടൻ ഞാൻ ഇങ്ങോട്ട് വരാത്തത്. ഈ മോനെ കണ്ട ഉടനെ ചോദിക്കേണ്ട ചോദ്യമാണ് അച്ഛൻ ഇതാണോണ്ടോ അച്ഛാ മക്കളെ തമ്മിൽ വഴക്കുണ്ടാക്കി ചോദിക്കുക ചുമ്മാ. അപ്പൊ വഴക്കില്ലായിരുന്നോ? ഞാൻ കുറച്ചു നേരം വഴക്ക് കൂടട്ടാ എന്റെ സമാധാനത്തിന്. ഓ നിന്റെ പ്രശ്നം എന്തോന്നടേ വന്നോ ചൂടാവണേ? അണ്ണ പിന്നെ അണ്ണന്റെ ഉണ്ടാപ്പി മോളെ പിന്നെ എന്തോന്ന് പറഞ്ഞു? അവക്ക് തലയ്ക്ക് വെളിവില്ല. ഇവള് തന്നെ വന്ന് പറഞ്ഞു നിങ്ങൾ തമ്മിൽ വഴക്കാണെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവള് കൈ നിട്ട് പറയാണെന്ന് ഓരോന്ന്. അതൊക്കെ വിട്ടടാ. പൊട്ടു എനിക്ക് വിശക്കണ കിടത്തി ഒന്നും കഴിച്ചില്ലടാ. നിനക്ക് അഞ്ച് ബാഗൊക്കെ എടുത്ത് വെച്ചിട്ട് വാ. നിനക്കേ ഞാൻ നല്ല ഉള്ളിത്തീയൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാ നിനക്ക് ചോറ് എടുത്തരാം. അവിടെ കയറി പോണേ. എന്നെ ക്ഷണിക്കാൻ സ്ഥലത്ത് നിങ്ങൾ അവിടെ കയറി പോണേ. നിന്നെ ക്ഷണിക്കാനാ? നിന്റെ വീടല്ലേ ഇത്? ആ ബോധം എല്ലാവർക്കും വേണം. എന്തോന്ന് ചിന്നു ഇങ്ങനെയൊക്കെ? പിന്നെ അല്ലാതെ ചേട്ടനെ മാത്രം വിളിക്കുന്നു, ചേട്ടന് മാത്രം ഉള്ളി തീയൽ കൊടുക്കുന്നു. അയ്യോ ഇതൊക്കെ കാണണം. ഈ വീട്ടിൽ വരുന്ന എല്ലാവർക്കും ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ട്. ഓ ഞാൻ ഭക്ഷണം കഴിക്കാനാണല്ലോ ഇങ്ങോട്ട് കയറി വന്നത്. ഒന്നുമില്ല. എന്തോ മോളെ ഇത്? എന്തോ മോളെ? ചേട്ടാ ബാഗ് ഇങ്ങോട്ട് നീങ്ങി നിക്ക് പിങ്കി. കുറെ നേരെ ചിന്നു ചിന്നു മണി എന്റെ ഉള്ളി തീരെ ചോറ് തെറിക്കൂ. അല്ല ഇപ്പൊ ചിന്നു എന്തിനാണ് ഇവളോട് ദേഷ്യപ്പെട്ടത് മണിയോട്? അണ്ണൻ മനസ്സിലായില്ലേ? ഇല്ല. എനിക്ക് ഒന്നാണ് അണ്ണ ഇപ്പൊ പണിയൊന്നും ഇല്ലാതെ നിൽക്കില്ലേ? കുറച്ചുകൂടെ ആലോചിക്കാനാ? ഓ ഞാൻ പോയിട്ട് വരാം. അതെ ഇവ എന്തോ പറഞ്ഞ് അവളെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവൾ അങ്ങനെയല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഞാൻ എത്ര നാളായിട്ടാണ് അവളെ കാണണമെന്നറിയാമോ? രാമ എന്തോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവളെന്തിനു ദേഷ്യപ്പെട്ടു പോയി മണി? നീ ഇത് ആലോചിച്ചോണ്ടിരി. ഞാൻ വർഷാപ്പിൽ പോയിട്ട് വരാം. മക്കളിവിടെ എന്തോ നടക്കണത്? എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ എല്ലാരും തന്നെ പിരിപോയിരിക്കുക. അച്ഛന്ന് സൂക്ഷിച്ചോ. ഞാനാ? ഞാൻ എന്തിനു സൂക്ഷിക്കണു? വെറുതെ രസത്തിൽ. മണിയെ നോക്കാം. അവൾക്ക് ചിന്നുവിനെ കൂടെ ഒന്ന് വിളിച്ചായ പോരായിരുന്നു. മണി ഞാൻ വിളിച്ചോളാം. ഇല്ല നേരത്തെ എന്തായിരുന്നു പറഞ്ഞത്? നീ എന്താണ് പറഞ്ഞ? നീ എന്താ പറഞ്ഞ? എനിക്ക് വെളിവില്ലെന്നല്ലേ? വെളിവില്ല. നിനക്ക് വെളിവില്ല. വെളിവില്ല. എന്താണ് വിളിച്ചു പറഞ്ഞത് നേരത്തെ നീ? എന്താ? അവര് രണ്ടുപേരും പ്രശ്നമാണെന്നല്ലേ? കൂടുതൽ ഞാനത്തെ സാധനം അല്ല ഇട കൂടെ ബോറടിക്കണേ. ചേട്ടത്തി ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ തള്ളി വിടണമെന്ന് വിചാരിക്കൂ? ഇല്ല എന്തോ കാര്യം പറ. സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇത് എന്തൊരു ചായ ചേട്ടത്തി? എന്ത് പറ്റി? ഈ ചായ കുടിക്കാനാണല്ലോ ഞാൻ അവിടെ ഇതുവരെ വരണത്. കിടിലൊന്നും ഞാൻ കിടിലോ. അയ്യോ ഞാൻ വിളിച്ച് പൊട്ട ചായ എന്ന് പറയാൻ വരുമായിരിക്കുന്നു. എന്റെ മനസ്സങ്ങ് നിറഞ്ഞ്. എടാ കൈപ്പുണ്യം എന്ന് പറഞ്ഞ അതാണ്. ഭക്ഷണം ഉണ്ടാക്കി വയറ് നിറയ്ക്കാൻ എല്ലാരെ കൊണ്ടും പറ്റും. പക്ഷെ മനസ്സ് നിറയ്ക്കാനേ എല്ലാരെ കൊണ്ടും പറ്റൂല. അതിനെ സ്നേഹം വേണം. സ്നേഹം. സ്നേഹത്തിന്റെ വിലയൊന്നും എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവൂല. പൊട്ടക്കിണറ്റിലെ തവളകൾക്ക് പ്രത്യേകിച്ച്. തവള ആരാന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. എന്തോ ചായ ഏട്ടാ പഞ്ചസാരയില്ല. നീ ഇപ്പൊ തവളയെന്ന് ഉദ്ദേശിച്ചാര്? എന്നെ ചേട്ടനെ ഞാൻ തവളാന്ന് വിളിക്കൂ. ഇതെങ്ങനെ കുടിക്കണേ? എന്ത് പഞ്ചസാരയില്ല, ഒരു ഇതില്ലല്ലോ. ചായ ഇല്ല മറ്റേ പായസമല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ ചേട്ടൻ അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയാം. അഡ്ജസ്റ്റ് ചെയ്ത് നല്ല കിണ്ണം ചായ. ഓ തന്നെ. സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞോണ്ടിരുന്നില്ലേ? നമ്മൾ ചിലരെ ഒരുപാട് അങ്ങ് സ്നേഹിക്കും. സ്നേഹിച്ച് കുറെ കാലം കഴിയുമ്പോഴായിരിക്കും നമുക്കൊരു കാര്യം മനസ്സിലാവണത് അവർക്ക് നമ്മളോട് ഇങ്ങോട്ട് സ്നേഹം ഇല്ലാന്ന്. അങ്ങനെയുള്ളതാ ഇങ്ങനെ പിടിച്ചെടുത്തോളൂ. കൂഞ്ചത് ഇങ്ങനെ അരിഞ്ഞു കളയണം. അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ചെയ്യാൻ പറ്റില്ലല്ലോ ചിലരെ. സ്നേഹിക്കാത്തൊരാരും പറയായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ അരിയ ഇങ്ങോട്ട് വന്നു നോക്ക് ചേട്ടൻ. നിന്നെ എന്തിനാ ആര്യ പറഞ്ഞ? ചേട്ടപ്പ പറഞ്ഞ അരിയാണ് കാര്യം. അത് ചേട്ടത്തിൽ സ്നേഹം കാണിക്കാത്തവരെ അരിയണമെന്ന് ആര്യമല്ലേ പറഞ്ഞു? നീ എന്തിനാ അങ്ങനെ വിഷമിക്കുന്നത്? അങ്ങനെ അരിയോ? ഭയങ്കര സ്നേഹമല്ലേ ചേട്ടൻ്റെ അടുത്ത്? എനിക്ക് സ്നേഹം തന്നെ. അല്ല ഈ ചിലരുടെ സ്നേഹം ഉണ്ടല്ലോ അതൊന്നും ഉള്ളിന്നല്ല വരുന്നത്. മറ്റേ ഉരുളക്കിഴങ്ങായിരിക്കും വരുന്നത്. അത് പിന്നെ കണ്ടുപിടിക്കണം എവിടെ നിന്നാണ് പറഞ്ഞത്.
കപട സ്നേഹം കണ്ടല്ലേ ഇവിടെ എല്ലാവർക്കും മനസ്സിലാവുകയൊക്കെ ചെയ്യും. ഇത് കൊള്ളൂല, മനഃപൂർവ്വമാണെന്ന് തോന്നുന്നു. അവളെന്തിനാ എന്റെ ചായ എടുത്ത് കുടിക്കണേ? ഇത് കൊള്ളാം. അതങ്ങനെയല്ലേ വരൂ. അവൾ എന്ത് പറഞ്ഞാലും നമ്മളങ്ങ് കേട്ടോണ്ടിരിക്കുന്നതാണ് അവളെ വിചാരം. പോവാൻ പറയോ? രണ്ടും കൂടെ വീണ്ടും തുടങ്ങിയ യാത് രണ്ടു കൂടി അവർ രണ്ടും കൂടെ തീർന്നില്ല ഇത്. എടി ഞാൻ കുടിച്ചു ആസ്വദിച്ചോണ്ട് എന്റെ ചായയും പോയി, ചായ ഇട്ടുന്ന ആളും പോയി. ഇത് കഷ്ടം. നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞൂടെ? അങ്ങനെ ഇപ്പൊ കുടിക്കണം. എന്റെ ചായ കഷ്ടം തന്നെ കേട്ടാ. എന്തൊരു ഇഷ്ടം തന്നെ. ഇങ്ങനെ ഇരുന്നോ? അല്ല എന്ത് ചെയ്യേ? നിനക്ക് ചായ ഇട്ടുന്നത് ഞാനാണെങ്കിൽ നീ ഈ ചായ കുടിച്ചിട്ട് പോയാൽ മതി. കുടിയടാ കുടിയടാ, വലിച്ചോടി. വേണമെങ്കിൽ നീ ഉണ്ടാക്കിയിടും. എന്ത് ധൈര്യമുണ്ട് ചേട്ടന്? ചേട്ടാ കുടിയടാ. ചൂട് കൊള്ളു. കുടിയടാ, ഊതി ഊതി കുടി. കുടിക്കാൻ കുടിയടി. കുടിയടോ. അയ്യോ കുടിയങ്ക്. അമ്മേ അയ്യോ അമ്മ ഇത് കണ്ടില്ല അമ്മ. അയ്യോ, അയ്യോ, അയ്യോ. ഞാൻ ചുമ്മാ കുടിയടോ. ആരെങ്കിലും രക്ഷിക്കണേ. കൊടു 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 കൊടു, നല്ല വൃത്തി കൊടു. അയ്യോ അയ്യോ അമ്മേ. ഇങ്ങോട്ട് നോക്കച്ചാ. ഇത് എത്ര എണ്ണം ആയി മോളെ? ഒരെണ്ണം കൂടി. കൊള്ളാം. നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലേ നമ്മുടെ ഈ മാവും ചെടിയും. നീ എന്തിനു പറഞ്ഞ അവർ തമ്മിൽ സൗന്ദര്യപ്പെടാൻ? പിന്നെ അല്ലാതെ ഇത് എപ്പോഴും ഉള്ളതല്ലേ മാമ. അതെ, ചിന്നും മണിയും കണ്ടിട്ട് കുറെ നാളായില്ലേ, അതിന്റെ ഒരു പരിഭവമുണ്ട്. പിന്നെ ചിന്നു വിചാരിച്ച് കണ്ടുടനെ മണി ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു വിചാരിച്ച്. സ്നേഹമാണല്ല, പക്ഷെ ഇന്നത് നടന്നില്ല. അതിന്റെ ഒരു ഇതാണ്. അതെ, അവര് തമ്മിൽ തീർത്തോളും നാത്തുമാര്, അല്ല നമ്മളിതിൽ ഇടപെടണ്ട. ഇതെന്നും ഉള്ളതുപോലെ അല്ല, ഇത് കുറച്ച് സീരിയസ് ആണ്. അച്ഛാ അവിടെ ഒരു കോൾഡ് വാർ നടക്കണം. കോൾഡ് കാറാ? ആരുമായിട്ട്? അപ്പച്ചി അമ്മയും തമ്മിൽ. ഞാൻ പറഞ്ഞില്ലേ? നീ ഈ കിടന്ന് കിതക്കണെന്തിനി? അത് രാമങ്ങൾ എന്നെ ഓട്ടിച്ചിട്ട്. അല്ല രാമങ്കളെ നിന്നെ എന്തിനാ ഓടിച്ചോട്ടെ? അവിടെ പോയി ഒളിഞ്ഞു നോക്കി കാണാം. ചെറുതായിരുന്നു. ഞാൻ ഒരു കാര്യം പറയല്ല, നമ്മളിതിൽ ഇടപെടണ്ട. അവര് നാത്തുമാര് തമ്മിൽ തീർത്തോളും. അച്ഛാ ഇത് എപ്പോഴും ഉള്ളതുപോലെ അല്ല, സംഗതി സീരിയസ് ആണ്. നിങ്ങളൊന്നും ഇടപെടാതിരുന്നാ മതി. നീ പറഞ്ഞേട്ടാ. ഇതിപ്പോ എന്ത് വന്നാലും നമ്മുടെ നെഞ്ചത്താണല്ലേ. കൊള്ളാം. എന്തോന്ന് മിക്കി മുതിർന്നവർ പറയുമ്പോ അത് കേക്ക്. നിങ്ങൾ നന്മയ്ക്കല്ലേ പറയണേ? അതിന് നമ്മൾ എന്ത് ചെയ്ത്? നിങ്ങളൊന്നും ചെയ്യില്ല. അപ്പൂ പറയുമ്പോ അത് കേട്ടാ മതി. ഓ രവിയണ്ണ ഓ അകത്തോട്ട് വരുവോ? വിളിക്കണ്ട. എന്തിനാണോ എന്തോ